നമ്മുടെ ഈ സ്വഭാവത്തിലെ ചർച്ചകൾക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുന്ന മിത്രങ്ങളുണ്ട്. കരയൂ, കരച്ച് കേൾക്കാൻ നല്ല രസമുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. കരയൂ, കരഞ്ഞുകൊണ്ടിരിക്കൂ. രാജ്യത്തെ ഒരു വിഭാഗം ജനങ്ങൾ അനുഭവിക്കുന്ന, ഒരു വിഭാഗം ജനങ്ങളെന്ന് പറയുമ്പം 20% വരുന്നുണ്ട് ആ ജനത. അവരനുഭവിക്കുന്ന ഗുരുതരമായ ഒരു പ്രതിസന്ധിയെ അതിനെ മനസ്സിലാക്കാൻ സാധിക്കാതിരിക്കുക. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അതിനോട് പ്രതികരിക്കുക എന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ രാജ്യം നശിക്കാനാണ്. നീ ആരോടാണ്, എവിടെ നിന്നാണ് സംസാരിക്കണം? ബോറം നിനക്ക് വേണം. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം സ്ലീപ്ലെസ് നൈറ്റ്സ് ആണ്, ഉറക്കമില്ലാത്ത രാവുകളാണ് എനിക്കുള്ളത്. എൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? Indian Muslims, until the day of judgment, inshallah, we will remain as proud Indian Muslims. എന്തായാലും പാടസ്കപ്പരി സ്വാദം ചൂള ചായക്കുമ്പോൾ ചൂള വാർത്തകൾ. അതായത് ഈ കഥയിലെ നായകൻ സേതുവാണെങ്കിലും കയ്യടി കംപ്ലീറ്റ് നമുക്കായിരിക്കും. വാസ്തവത്തിൽ മീഡിയ വണിന്റെ മാനേജിംഗ് എഡിറ്റർ കൂടിയായ സി ദാവൂദാണ്. ദാവൂദ് ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം ആഹ്ലാദിച്ചത് 3 സാഹചര്യത്തിലാണെന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നു. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചപ്പോഴാണ് ഏറ്റവും വലിയ സന്തോഷം ദാവൂദ് അനുഭവിച്ചത്. പക്ഷേ ഈ ഒരൊറ്റ സംഭവത്തോടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഫലസ്തീൻ എന്നുള്ളത് ഗ്ലോബൽ പൊളിറ്റിക്കൽ തിയേറ്ററിന്റെ സെൻട്രൽ സ്റ്റേജിലേക്ക് വന്നു. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. രണ്ടാമത്, ബംഗ്ലാദേശിലെ ജനാധിപത്യ ഭരണം അട്ടിമറിക്കപ്പെട്ട് ജമാഅത്ത് ഇസ്ലാമിക്ക് സ്വാധീനമുണ്ടായപ്പോൾ സന്തോഷിച്ചു. വേറൊരു തരത്തിലുള്ള റിസൾട്ട് ഉണ്ടാകുമെന്നൊക്കെ ഉള്ള ഒരു ആശങ്കയോടുകൂടിയ തോന്നലുണ്ടോ? അല്ല, ഈ ഇന്ന് രാവിലെ മുതൽ ഉണ്ടായിട്ടുള്ള ഈ സംഭവ വികാസങ്ങൾ, അതിൽ കൗതുകകരമായുള്ള ഒരുപാട് എലമെന്റുകളുണ്ട്. മനുഷ്യന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോക്കൂ, അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജസ്റ്റിസ് ചന്ദ്രചൂഡ് ചെയ്ത ഏറ്റവും വലിയ അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ റൂൾ ഓഫ് ലോ അതിനെ തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ്. ഭയങ്കരം തന്നെ. റൂൾ ഓഫ് ലോ അതിനെ തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ്. അപരിഹാര്യമായിട്ടുള്ള എന്താ പറയുക, ഡിസ്റിവേഷൻ എന്താണ് മലയാളം പറയാ, ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഹു ഈസ് ഡിക്റ്റേറ്റിംഗ് ദ ടെമ്പോ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് ഇത്തവണ ഹമാസ് ആണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഹമാസാണ് ഈ പെർട്ടിക്കുലർ ഓപ്പറേഷൻ തുടങ്ങി വെക്കുന്നത്. അവരതിന് എന്താണ് തൂഫാനുൽ അക്സ എന്ന് പേരിട്ടിട്ട് ഒരു ഓപ്പറേഷൻ അവർ തുടങ്ങി വെക്കുകയാണ്. ടെററിസ്റ്റ് ഗ്രൂപ്പ്സിന്റെ പോക്കറ്റുകളിലേക്കാണ്. അവരുടെ ബ്രിഗേഡ്, അൽ ഖസാം ബ്രിഗേഡിൻ്റെ അംഗങ്ങൾ ഈ ഗസ ബോർഡർ ക്രോസ് ചെയ്യുന്നു, ഇസ്രായേലി നഗരങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഹംപികൾ പിടിച്ചെടുത്ത് അവർ ഇസ്രായേലി നഗരങ്ങളിലൂടെ ഓടിച്ചു പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. നിങ്ങളൊരു കഴുകനാണ്, ശവത്തിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന കഴുകൻ. ഇത് ഈ ഒരേ സമയം ഈ ഗ്രൗണ്ട് ഇൻഗേഷൻ നടക്കുമ്പോൾ തന്നെ ഈ മിസൈൽ, ഇവരുടെ റോക്കറ്റുകളുടെ വലിയ പ്രവാഹം. മറ്റു സ്ഥലങ്ങളിലൊന്നുമല്ല സ്ഥിതി. സൗകര്യത്തിന് കിട്ടാൻ ആരെയും കൊല്ലും. മനുഷ്യപുത്രന് തല ചായ്ക്കാൻ തലയില്ലല്ലോ കൃഷ്ണ, തലയില്ലല്ലോ. 1.25 കൊല്ലത്തിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നമ്മൾ സന്തോഷം കണ്ടത്. ഒന്ന്, ഹമാസ് ഇസ്രായേലിനെതിരെ ചെറുത്തുനിൽപ്പ് നടത്തിയപ്പോൾ, അതായത് ഒക്ടോബർ 7 2023 ഒക്ടോബർ 7 നമ്മൾ ഈ പറയുന്ന പിച്ചള റോക്കറ്റുകളും മറ്റേ എന്താണ് ഈ സാധനം ഗ്ലൈഡറുകളും ഉപയോഗിച്ച് ഇവർ നടത്തിയുള്ള, പാരാഗ്ലൈഡറുകളും ഉപയോഗിച്ച് ഇവർ നടത്തിയുള്ള ഓപ്പറേഷൻ എൻ്റെ പൊളിറ്റിക്കൽ ഡൈനാമിക്സിനെ അങ്ങോട്ട് മാറ്റിമറിച്ചിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ ഇല്ലാതായി, രാജ്യത്തെ തന്നെ വിഘടിപ്പിക്കുന്ന സ്വഭാവത്തിൽ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഇങ്ങനെ സംഭവിക്കും. ഒരു മനുഷ്യൻ ഇതേക്കുറിച്ച് സംസാരിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ വന്നു. അപ്പം നമ്മുടെ ഈ സ്വഭാവത്തിലെ ചർച്ചകൾക്ക് താഴെ
ഒന്ന് കമൻറ്റ് ചെയ്യുന്ന മിത്രങ്ങളുണ്ട്. കരയൂ, കരച്ച് കേൾക്കാൻ നല്ല രസമുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. കരയൂ, കരഞ്ഞുകൊണ്ടിരിക്കൂ. ആരെങ്കിലും ചത്ത ഇങ്ങനെ കിടന്ന് പോവാൻ അയ്യാ ചത്തുകൊണ്ടിരിക്കുന്നു. ആരെ? ഞാൻ തന്നെ. വീണ്ടും കാണാം. വേലിൽ നീ വായനശാലയിൽ പുസ്തകം വായിച്ചോണ്ടിരുന്ന നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും.